കടുവാക്കുഴിയിൽ സിജോ എന്ന ഒരു പ്രവാസി തൻ്റെ നാട്ടുകാരുടെ മുഴുവൻ മനസ്സറിഞ്ഞ് ആരംഭിച്ച സർവീസ് മേദിരിക്കാർക്ക് വലിയൊരു പ്രതീക്ഷ നൽകിക്കൊണ്ട് 2014 കൂത്താട്ടുകുളത്ത് നിന്ന് പൂവക്കളം, മേദിരി, നീർന്താനം, രാമപുരം, ഏഴാച്ചേരി, അന്തിയാളം, കരൂരി വഴി പാലായിലേക്ക് ഒരു പുതിയ സർവീസ് ആരംഭിച്ചു. അതായിരുന്നു അലോൺസ് ട്രാവൽസ് എന്ന ബസ് സർവീസിൻ്റെ തുടക്കം. KL02W 5956 എന്ന നമ്പറിലുള്ള ഒരു കുഞ്ഞൻ ടാറ്റ ബസ്. വളരെയധികം യാത്രാക്ലേശം രൂക്ഷമായിരുന്ന മേദിരിക്കാർക്ക് ഒരു ആശ്വാസം എന്ന മണ്ണമായിരുന്നു അലോൺസിൻ്റെ വരവ്. ശ്രീരാമ സഹോദരങ്ങളിൽ നാലാമനായ ശ്രീ ശത്രുഘ്നൻ സ്വാമി ക്ഷേത്രം വഴിയുള്ള ഏക ബസ് സർവീസ് കൂടിയാണ് അലോൺസ്. മേദിരിക്കാരുടെ ഒറ്റയാന് സർവീസ് ആരംഭിച്ച നാൾ മുതൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. എന്നാൽ വെല്ലുവിളികളെയെല്ലാം തരണം ചെയ്ത് സർവീസ് മുന്നോട്ടോടിച്ച് യാത്രക്കാരുടെ വിശ്വാസം പിടിച്ചുപറ്റി. KL02W 5956 പകരക്കാരനായി KL06D 8083 നമ്പർ ബസ് പെർമിറ്റിലെത്തി. ഒറ്റയാന് കൂട്ടായി 2022 ഓഗസ്റ്റിൽ പാലാ രാമപുരം തൊടുപുഴ റൂട്ടിൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന KL44C 598 നമ്പർ ആകാശാലയുടെ ബസ്സും പെർമിറ്റും വാങ്ങിക്കൊണ്ട് തൊടുപുഴ റൂട്ടിലേക്കും അലോൺസ് എന്ന നാമം എത്തി. പാലാ രാമപുരം തൊടുപുഴ റൂട്ടിലെ രണ്ടാമത്തെ പെർമിറ്റ് കൂടിയായിരുന്നു അത്. ശേഷം 2022 തന്നെ പാലായിൽ നിന്ന് കൊല്ലപ്പള്ളി, ഏഴാച്ചേരി, രാമപുരം, കിഴതിരി, മുണ്ടുനട, കാരമല, കോഴിപ്പള്ളി വഴി കൂത്താട്ടുകുളത്തിന് സർവീസ് നടത്തിക്കൊണ്ടിരുന്ന KL06D 2688 നമ്പർ മാളു ബസ്സും റൂട്ടും അലോൺസ് സ്വന്തമാക്കി. പിന്നീട് തങ്ങളുടെ ആദ്യ സർവീസായിരുന്ന പൂക്കുളം വണ്ടി KL06D 8083 പകരക്കാരനായി KL38H 1464 നമ്പർ ബസ് പെർമിറ്റിലെത്തി. 2023 ഉപ്പുകുന്ന്, പെരിങ്ങാശ്ശേരി, തൊടുപുഴ റൂട്ടിൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന KL38B 8080 നമ്പർ സൈനൽ ബസ് വാങ്ങി പെരിങ്ങാശ്ശേരിക്കും അലോൺസ് എന്ന പേരിൽ ബസ് ഓടിയെത്തി. പല വിധത്തിലുള്ള വെല്ലുവിളികളുണ്ടായിട്ടും സർവീസ് വിജയകരമായി ഇന്നും തുടരുന്നു. വിശ്രമത്തിലായിരുന്ന KL06D 8083 ബസ് ഉപയോഗിച്ച് നിന്നുപോയ മറ്റൊരു പെർമിറ്റ് റീസ്റ്റാർട്ട് ചെയ്തു. പാലാ രാമപുരം തൊടുപുഴ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന ചാന്ദിനി എന്ന പെർമിറ്റ് സർവീസിന് ഇന്നും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അലോൺസ് ട്രാവൽസ് യാത്രക്കാർക്കായി മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു.